ഒരു വിഷയം. വ്യാപാര കുത്തകൾക്കെതിരെ ജനം ഒന്നിക്കുന്നു, അതാണ് മറ്റൊരു വിഷയം. ADB വായ്പ, അതാണ് മറ്റൊരു വിഷയം. മദ്യനയം, പ്രകടന പത്രികയും പ്രയോഗവും, അതാണ് മറ്റൊരു ലേഖനം. സ്മാർട്ട് സിറ്റി, അതാണ് മറ്റൊരു വിഷയം. ഇതിലെവിടെ നരകം? ഇതിലെവിടെ സ്വർഗം? ഇതിലെവിടെ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഇതിലെവിടെ ഏകദൈവാരാധന? ഇതിലെവിടെ ദുരാചാരങ്ങളിലേക്ക് ജനങ്ങൾ പോകുന്നതിനെതിരെയുള്ള ബോധവൽക്കരണം? ഇതേ ഹെഡിങ്ങുകൾ മനസ്സിൽ തട്ടി ചിന്തിക്കണം. ഇതേ ഹെഡിങ്ങുകൾ വെച്ചുകൊണ്ട് DYFIക്ക് ഇങ്ങനെ ഒരു സാധനം ഇറക്കിക്കൂടെ? യൂത്ത് കോൺഗ്രസിന് ഇറക്കിക്കൂടെ? യുവമോർച്ചക്ക് ഇറക്കിക്കൂടെ? ഇവിടെയുള്ള മറ്റ് സംഘടനകൾക്ക് ഇറക്കിക്കൂടെ? ഇറക്കാം. എന്നാൽ അവർക്കൊന്നും പറയാനില്ലാത്തൊരു വിഷയമുണ്ട്. ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന വിഷയം, ആ സൃഷ്ടാവിനോട് പങ്കുചേർക്കാൻ പാടില്ല എന്ന വിഷയം, അത് പറയാൻ ഇവിടെ ആരാണുള്ളത്? സഹോദരന്മാരെ, ഗൗരവത്തോടുകൂടി നാം ചിന്തിക്കേണ്ടതാണ്. യുവാക്കളുടെ ക്രയശേഷിയെ ശാഖാപരമായ വിഷയങ്ങളിലേക്ക് തിരിച്ചുവിടുകയും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്നും അവരെ പിന്മാറ്റുകയും ചെയ്യുക എന്ന് മാത്രമല്ല, ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കണം, ഇവരുടെ 1ാം സംസ്ഥാന സമ്മേളനം പാലക്കാട് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ അങ്ങാടികളിൽ അതിന്റെ പ്രചാരണ യോഗങ്ങൾ നടന്നു. ഹംദും സലാത്തും പലയിടത്തുമില്ല. നിങ്ങൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സമഗ്രതയുടെ, സമ്പൂർണതയുടെ പേര് പറഞ്ഞ് അവസാനം എവിടെ എത്തിയെന്നറിയാമോ? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിയായ സംസാരങ്ങൾ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഹംദും സ്വലാത്തും നാദനെ സ്തുതിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹിക്ക് വേണ്ടി റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങിയത്. അതുപോലും ഉപേക്ഷിക്കുന്ന ദയനീയമായ അവസ്ഥയിലേക്ക് ഒരു സമൂഹം എത്തിയെങ്കിൽ എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? മറ്റുള്ളവരെ പോലെ ഞങ്ങളും എന്നിടത്തേക്കാണ് എത്തുന്നത്. അടിസ്ഥാനപരമായ വിഷയങ്ങളെ ശാഖാപരമാക്കി മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു. നോക്കൂ, ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, മുസ്ലിം സമൂഹത്തിൽ അള്ളിപ്പിടിച്ച അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എമ്പാടുമുണ്ട്. ഒരു വീട്ടിൽ മരണം നടന്നാൽ, ഒരു പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും വീടുകൾ മൗലിദുകൾ റാത്തീബുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അതിലുള്ളത്? ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. അബ്ദൂക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു. മുഹമ്മദ് നബിയെ, അങ്ങയുടെ പാവപ്പെട്ട അടിമ ഇതാ യാചിക്കുന്നു. മഹാനായ റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കുകയാണ്. ഫളലകൽ ജമ്മൽ ഗഫീറു, അങ്ങയുടെ മഹത്തായ ഫളല് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കുന്ന ഷറഫുൽ അനാമിന്റെ വരികൾ ശിർക്കാണ്. കാരണം മുഹമ്മദ് നബിയുടെ അടിമ എന്നാണ് പറയുന്നത്. ഖുർആൻ എന്താ പഠിപ്പിച്ചത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ അടിമക്ക് കിതാബ് നൽകിയ അള്ളാഹുവിനാണ് സ്തുതി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അതേപോലെ തന്നെ വളരെ കൃത്യമായി നമുക്ക് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ കാണാം, വഅന അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതായി, പ്രഖ്യാപിക്കാൻ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതിനൊക്കെ വിരുദ്ധമായി മുഹമ്മദ് നബിയുടെ അടിമയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അവസ്ഥ എന്താ? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫദ്ലാകുന്നു എന്ന് ഖുർആനിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് നാം പറയുന്നു. ആ ഭാഗം നമ്മുടെ വീടിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അവിടുന്ന് പാവപ്പെട്ട സഹോദരൻ ഓതുകയാണ് ഫദ്ലകൽ ജമ്മൽ ഗഫീറു, മുഹമ്മദ് നബിയെ അങ്ങയുടെ ഫദ്ല് തരണമേ എന്ന്. എങ്കിൽ സഹോദര, ഈ പടച്ചവനല്ലാത്തവരോടുള്ള പ്രാർത്ഥന, മുഹമ്മദ് നബിയോടുള്ള പ്രാർത്ഥന വഴി ലാ ഇലാഹ ഇല്ലല്ലയിൽ തകരാറ് വന്നു. ഒരു മുസ്ലിം സഹോദരനോട് അവന്റെ വീട്ടിൽ മൗലിദ് നടന്നു എന്നറിഞ്ഞപ്പോ, സഹോദര ഇതിന്റെ അർത്ഥം നിനക്കറിയുമോ? ഖുർആനിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഹദീസിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്തിനാ തർക്കമുണ്ടാക്കുന്നത്? എന്തിനാണ് ശാഖാപരമായ കാര്യങ്ങളിൽ തർക്കിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ശിർക്ക് ചെയ്താൽ നരകമല്ലേ? വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബിയെ, നിനക്കും മുമ്പുള്ളവർക്കും നാം ദിവ്യ സന്ദേശം നൽകിയിരിക്കുന്നു. നീ എങ്ങാനും അല്ലാഹുവിൽ പങ്കുചേർത്താൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകൾ നിഷ്ഫലമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടകാരികളിൽ പെട്ടുപോകും.
മുഹമ്മദ് നബി തന്നെ ശിർക്ക് ചെയ്താലും മുഹമ്മദ് നബി ശിർക്ക് ചെയ്യുമോ? മുഫസ്സിരീങ്ങൾ പറയുന്നു ഇല്ല. പിന്നെ എന്താ? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ ഭയപ്പെടുത്താൻ, മുഹമ്മദ് നബിക്ക് തന്നെ ഈ അബദ്ധം വന്നാലും അമലുകൾ ബാത്തിലായി പോകുമെങ്കിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? അങ്ങനെ താക്കീത് നൽകിയ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ പറയുമ്പോൾ അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശിർക്ക് ചെയ്താൽ നരകവും സ്വർഗവും ഒക്കെ അതൊക്കെ ഒരു പ്രശ്നമല്ല, ശാഖാപരമായ കാര്യമാണ് എന്നല്ലേ? റാത്തീബിന്റെ പേരിൽ ഒരാൾ രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുന്നു എന്ന് കരുതുക. എന്താ റാത്തീബിൽ പറയുന്നത്? ആരെങ്കിലും 1000 വട്ടം എന്നെ വിളിച്ചാൽ ഒഴിഞ്ഞിരുന്നുകൊണ്ട് യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് 1000 വട്ടം വിളിച്ചാൽ പിന്നീട് എന്താ മാല പറയുന്നത്? അജബ്തുഹു മുസ്രിയൻ മിൻ അജ്ലി ദഅവതിഹി, ആ വിളിക്കുന്നവന്റെ വിളിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഉത്തരം ചെയ്യും. അല്ലാഹ് പറഞ്ഞതോ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആനി, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം ചെയ്യുമെന്നല്ലാഹ്. എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവൻ എത്രയും പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്ന് കള്ളത്തരീക്കത്തുകാരൻ എഴുതി വെച്ചു. ഈ വിഷയത്തിൽ നിങ്ങൾ അതിന്റെ പേരിലൊക്കെ വെറുതെ തർക്കണ്ടാക്കണ്ട. അതൊരു വീട്ടിലൊരു മരിച്ചപ്പോ ഒരു കുത്തുബിയത്തങ്ങ് കഴിച്ചത് വിചാരിച്ചിട്ട് ഇങ്ങനൊക്കെ പ്രശ്നം ഉണ്ടാക്കണോ? എന്താണ് പ്രശ്നം? മൊഹീദ്ദീൻ ഷെയ്ഖിനെ 1000 വട്ടം വിളിച്ചാൽ അവന് സ്വർഗമുണ്ടോ? അവന്റെ സങ്കേതം നരകമല്ലേ? ഇത്തരം അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ പോക്കുകയും അതൊന്നും വിഷയമല്ല എന്ന് പറയുകയും സാമ്രാജ്യത്തെ ശക്തികള് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആദർശത്തെയാണ് ഭയപ്പെടുന്നത്, ഏകദൈവാരാധനയാണ് ഭയപ്പെടുന്നത്, അവരുടെ അജണ്ടയാണോ എന്ന് സംശയിച്ചു പോകുന്ന രൂപത്തില് കേവലം നിസ്സാരമായ ശാഖാപരമായ വിഷയങ്ങൾ മുന്നണികൾ മാറി വരുമ്പോൾ നിലപാടുകൾ മാറ്റുകയാണ്. ADBയുടെ വിഷയത്തില്, സ്മാർട്ട് സിറ്റിയുടെ വിഷയത്തില്, എക്സ്പ്രസ് ഹൈവേയുടെ വിഷയത്തിൽ, അതേപോലെയുള്ള